നമസ്തേ നമസ്തേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രത്യേകത, ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ മെയ് 13 മെയ് 13 ഹിന്ദിയിൽ പറയാൻ എന്താണ്? മേ തേര. മേ തേര അല്ലേ? അപ്പം മെയ് മാസം 13 അങ്ങനെയാണ് പറയുക, മേ തേര. മേ എന്ന് വെച്ചാൽ ഞാൻ എന്നർത്ഥം, തേര എന്ന് വെച്ചാൽ നിൻ്റെ എന്നർത്ഥം. ഞാൻ നിൻ്റെയാണ്. ശരീരത്തിന്, ശ്വാസത്തിന്, മനസ്സിന്, ആത്മാവിന് ഒക്കെ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് യോഗാചാര്യനായിട്ടുള്ള പതഞ്ജലി യോഗ ആവിഷ്കരിച്ചു. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. യോഗശാസ്ത്രം കൊണ്ട്, യോഗം കൊണ്ട് ചിത്തത്തിനും, പദേന വാചാം പദം കൊണ്ട് വ്യാകരണ ശാസ്ത്രം കൊണ്ട് വാക്കുകൾക്കും, വൈദ്യകേന ശരീരസ്യ ച വൈദ്യശാസ്ത്രം കൊണ്ട് വൈദ്യം കൊണ്ട് ശരീരത്തിൻ്റെയും മലം മാലിന്യം, യഹ അപാകരോത് ആരാണോ മാറ്റിക്കളഞ്ഞത്, തം ആ മുനീനാം പ്രവരം മുനികളിൽ വെച്ച് പ്രവരനായ ശ്രേഷ്ഠനായിട്ടുള്ള പതഞ്ജലിയെ ഞാൻ പ്രാഞ്ജലിഹി ആനതഃ അസ്മി. പ്രാഞ്ജലിയോടുകൂടി, പ്രകൃഷ്ടമായ അഞ്ജലിയോടുകൂടി, ഉത്കൃഷ്ടമായ തൊഴുകയോടുകൂടി ഞാൻ ആനതഃ അസ്മി നമിക്കുകയാണ്. അപ്പോൾ യോഗാചാര്യനായിട്ടുള്ള പതഞ്ജലി മഹർഷിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ആ പതഞ്ജലി മഹർഷി ലോകത്തിന് പ്രദാനം ചെയ്ത ആ യോഗശാസ്ത്രത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച നമ്മുടെ ഗുരുവായ ശ്രീ രവിശങ്കർജിയുടെ പിറന്നാളാണ് ഇന്ന് മെയ് 13. അതും 70ാം പിറന്നാൾ, സപ്തതി. അപ്പോൾ ഈ പുണ്യ സുദിനത്തിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു, പിറന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. അദ്ദേഹം നീണാൾ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, മേ തേര, മെയ് 13, മേ തേര, ഞാൻ നിങ്ങളുടെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിക്കണത് തന്നെ. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, എല്ലാവരുടെയും മനസ്സിൽ സമാധാനവും എല്ലാവരുടെയും മുഖത്ത് നല്ല ഒരു പുഞ്ചിരിയും എന്നും വിടർത്താനായിട്ട് അദ്ദേഹം യോഗ ലോകത്തിലെമ്പാടും പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ബാംഗ്ലൂർ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ ഗംഭീര ആഘോഷമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് എത്തുകയാണ്. അപ്പം നമുക്കും മനസ്സുകൊണ്ട് അവിടേക്ക് എത്താം. എനിക്ക് മനസ്സുകൊണ്ട് എത്താനേ പറ്റുള്ളൂ. എൻ്റെ മകൻ പോയിട്ടുണ്ട് കാണാനായിട്ട്. മകൻ മാത്രമല്ല, ഞങ്ങളോടൊപ്പമുള്ള കുറേ അധികം ആൾക്കാർ അവിടേക്ക് പോയിട്ടുണ്ട്. ശ്രീ രവിശങ്കർ ജിയുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പാതയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അനുയായികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിരാവിലെ എത്തി അദ്ദേഹത്തിൻ്റെ ഒരു ദർശനത്തിന് വേണ്ടി ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ദർശനം കിട്ടിയിട്ടുണ്ടായിരിക്കും. എങ്കിൽ നമുക്കും മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടിയതായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയതായിട്ടും നമുക്ക് മനസ്സാ വിചാരിക്കാം. അപ്പം അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശരീരം സ്വരൂപം തഥാ വാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം മനശ്ചേന്നലഗ്നം ഗുരോരംഘ്രിപത്മേ തദക്കിം 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 തദക്കിം. ശരീരം സ്വരൂപം. നമ്മുടെ ശരീരം സുന്ദരമായ രൂപമുള്ളതാണ്. എന്നുവെച്ചാൽ ഞാൻ നല്ല സുന്ദരനാണ് എന്നോ സുന്ദരിയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. എൻ്റെ ശരീരം സുന്ദരമാണ്. തഥാ വാ കളത്രം, അതുപോലെ തന്നെ കളത്രം. കളത്രം എന്ന് വെച്ചാൽ ഭാര്യ. എൻ്റെ ഭാര്യയും അതീവ സുന്ദരിയാണ്. യശശ്ചാരു ചിത്രം, യശഃ എൻ്റെ കീർത്തി, എൻ്റെ യശസ്, ചാരു അതിമനോഹരമാണ്, ചിത്രം വിചിത്രമാണ്. എൻ്റെ യശസ് ലോകമെമ്പാടും പരന്നതാണ്. അതുപോലെ ധനം മേരുതുല്യം, എൻ്റെ ധനം, എൻ്റെ സമ്പത്ത് മേരുതുല്യമാണ്. മഹാമേരുവായിട്ടുള്ള മേരുപർവ്വതത്തിൻ്റെ അത്രയ്ക്ക് അധികമാണ് എൻ്റെ ധനം.
പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും മനശ്ചേത് ന ലഗ്നം ഗുരോഹോ അംഘ്രിപത്മേ, എൻ്റെ മനസ്സ് ഗുരുവിൻ്റെ അംഘ്രിപത്മത്തിൽ, അംഘ്രിച്ച പാദം, അംഘ്രിപത്മത്തിൽ പാദപത്മത്തിൽ ന ലഗ്നം ചെയ്ത്, ലഗ്നമല്ല എങ്കിൽ എൻ്റെ മനസ്സ് ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ പറ്റിപ്പിടിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ എൻ്റെ മനസ്സ് ചേർന്നിട്ടില്ല എങ്കിൽ തതക്കിം തതക്കിം, തതഹച്ച പിന്നെ കിം എന്ത്, പിന്നെന്ത്. അതായത് എനിക്ക് എന്തൊക്കെ ഉണ്ടായാലും കാര്യമില്ല, ഇതുണ്ട് അതുണ്ട് അല്ലേ, എൻ്റെ ശരീരം സുന്ദരമായ ശരീരമാണ്, എനിക്ക് സുന്ദരിയായ ഭാര്യയുണ്ട്, അതുപോലെ എനിക്ക് എൻ്റെ യശസ് ലോകമെമ്പാടും പറഞ്ഞിട്ടുണ്ട്, പർവ്വതുല്യമായിട്ടുള്ള ധനം എനിക്കുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സ് ഗുരുവിൻ്റെ പാദത്തിൽ ചേർന്നിട്ടില്ലെങ്കിൽ, പാദത്തിൽ എൻ്റെ മനസ്സ് ഇല്ല എങ്കിൽ പിന്നെ എന്ത്, എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ശ്ലോകം ഞാൻ ഗുരുവഷ്ടകത്തിൽ 8 ശ്ലോകം ഉണ്ട് കേട്ടോ. ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം മനശ്ചേന്നലഗ്നം ഗുരോരംഘ്രിപത്മേ തതക്കിം 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 തതക്കിം, പിന്നെന്ത് പിന്നെന്ത് പിന്നെന്ത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എൻ്റെ മനസ്സ് ഞാൻ പൂർണ്ണമായിട്ടും ഗുരുവിൽ സമർപ്പിച്ചിട്ട്, ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചിട്ട് ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളിൻ ദിവസം അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഗുരുദേവ്.